ഹലോ, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇന്നൊരു ട്രാവൽ വീഡിയോ അല്ലെങ്കിൽ വ്ളോഗൊന്നുമല്ല കേട്ടോ, ഒരു ചെറിയ വീഡിയോ ആണ്. കുറച്ച് നാളായി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, ഇതാണ് എൻ്റെ വണ്ടി. ഞാൻ എൻ്റെ വണ്ടിയിൽ ചെറിയ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മോഡിഫിക്കേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയ കാര്യങ്ങൾ വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് ഉപകാരപ്പെടുന്ന അത്യാവശ്യം ചെറിയ കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കാരണം വലിയ മോഡിഫിക്കേഷൻ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ഉപകാരപ്പെടുന്ന ചെറിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. വണ്ടി 2021 BS6 ആണ് മോഡൽ വണ്ടി. അപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ട് ആദ്യം തന്നെ ചെയ്തത് ബാക്കിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് തുടങ്ങാം. ഞാൻ ബാക്കിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ ചെയ്തത് ഈ ടൈൽ ടെഡി, ഈ കാണുന്ന ടൈൽ ടെഡി ഞാൻ കയറ്റി. ഇതിനെനിക്കൊരു 1250 രൂപ ചിലവ് വന്നിട്ടുണ്ട്. എക്സ്പൾസ് സ്റ്റോക്ക് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അതിൻ്റെ ബാക്കിലെ ടൈല് ഭയങ്കര ബോറായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. ഇത് ഞാൻ സെറ്റ് ചെയ്തത് തൃശ്ശൂരുള്ള ബാൻഡിഡോസ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഞാൻ വരുത്തിയ മാറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിൽ ഇൻഡിക്കേറ്റേഴ്സ് മാറ്റിയതാണ്. മിക്ക ആൾക്കാരും എക്സ്പൾസിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് മാറ്റുമ്പോൾ ഡ്യൂക്കിൻ്റെ കോപ്പിയാണ് കൂടുതൽ എല്ലാവരും ചെയ്യുന്നത്. എക്സ്പൾസിൻ്റെ സ്റ്റോക്ക് ഒരു ഇൻഡിക്കേറ്റർ പെട്ടെന്ന് ഒടിഞ്ഞു പോണ ടൈപ്പ് ആയതുകൊണ്ട് ആണ് ഇത് വെച്ചത്. ഇത് TVS അപ്പാച്ചെ RTR 204Y അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സാണ്. അത് കാഴ്ചയിൽ അത്രക്ക് ഭംഗി തോന്നില്ലെങ്കിലും അത്യാവശ്യം നല്ല സ്ട്രോങ്ങിലാണ് അത് പിടിപ്പിച്ചിട്ടുള്ളത്. ഡ്യൂക്കിൻ്റെ കോപ്പി ഇൻഡിക്കേറ്റർ ഞാൻ 2 പ്രാവശ്യം വെച്ചിട്ട് അതിൽ വെള്ളം കയറിയിട്ട് 2 പ്രാവശ്യം ഞാൻ മാറ്റേണ്ടി വന്നു. അതുകൊണ്ടാണ് പിന്നീട് ഇത് തന്നെ വെച്ചത്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ ഒരു കരിയർ പ്ലേറ്റ് വെച്ച് അത് വെക്കാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പൊക്കെ പോകുമ്പോൾ ലഗേജ് വെക്കാനും, പിന്നെ മെയിനായിട്ട് ഇതിന് സീറ്റിന് സ്പേസ് കുറവാണ്. അപ്പോൾ ബാക്കിൽ പില്ലണിരിക്കുന്ന സമയത്ത് ബാക്ക് സപ്പോർട്ട് വളരെ കുറവാണ്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇത് വെച്ചത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 950 രൂപയാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ടാങ്കിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ചെറിയ രീതിക്ക് സ്മോക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണ എല്ലാവരും ക്ലിയർ സ്റ്റിക്കറിന് അടിക്കാറ് ടാങ്കിൽ സ്ക്രാച്ചസ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിൽ കാണാൻ നിങ്ങൾക്ക് കുറേ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ടാങ്കിലെ പെയിൻറ്റിൽ ആവേണ്ട സ്ക്രാച്ചാണ്. അത് ഞാൻ വണ്ടി വാങ്ങിയ സമയത്ത് ഇതേപോലെ ചെറിയൊരു സ്മോക്ക് പോലെ ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ ബാർ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഹാൻഡിൽ ബാർ ശരിക്കും ഒറ്റ നോട്ടത്തിൽ എക്സ്പൾസിൻ്റെ ഹാൻഡിൽ ബാറായിട്ട് തോന്നും, പക്ഷേ അത് എക്സ്പൾസിൻ്റെ അല്ല, ഇത് ഹിമാലയൻ്റെ ഹാൻഡിൽ ബാറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എക്സ്പൾസിൻ്റെ ഹാൻഡിൽ ബാറിനേക്കാളും നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ചെറുതായിട്ടൊന്ന് ഷോർട്ടാണെന്ന് വെച്ചാൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതിന് 650 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇത് അത്യാവശ്യം ക്വാളിറ്റി നല്ല വെയിറ്റുള്ള ഹാൻഡിലാണ്. അതുകൊണ്ടാണ് ഞാനിത് വെക്കാനുള്ള കാരണം. മറ്റേതിന് ഒട്ടും ക്വാളിറ്റി ഇല്ല. പിന്നെ മിറേഴ്സ് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റോക്ക് വരുന്ന മിറർ കാണാൻ അത്ര ഭംഗിയില്ല. അപ്പോൾ പൊതുവെ എല്ലാവരും ഡ്യൂക്കിൻ്റെ മിററാണ് വെക്കാറ്. അപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളത് ഇത് യമഹയുടെ മിററാണ്. ഇത് നമ്മുടെ FCക്ക് പിന്നെ അതുപോലെ MTക്കൊക്കെ വരുന്ന മിററാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു 700 രൂപയാണ് രണ്ടെണ്ണത്തിനും കൂടി വരുന്നത്. പിന്നെ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം ഇതാണ് GPS മോഡ്. ഇത് എനിക്ക് മെയിനായിട്ട് ഞാൻ വെക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഹോൾഡർ കറക്റ്റ് സെൻട്രലായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 800 രൂപയാണ്. ഇത് ഞാൻ തന്നെ ഫിറ്റ് ചെയ്തതാണ്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫിറ്റ് ചെയ്യാവുന്നുള്ളൂ. ഇതിൻ്റെ ഫിറ്റിംഗ് വരുന്നത് ഫ്രണ്ടിലെ വൈസർ ഊരിയിട്ട് അത് നമ്പർ പ്ലേറ്റും വൈസറിൻ്റെ അവിടെ ആ സ്ക്രൂയിൽ തന്നെ ഡയറക്റ്റ് ഫിറ്റിംഗ് ആണ്. പിന്നെ അതേപോലെ ഈ മൊബൈൽ ഹോൾഡർ ഇതും ഞാൻ ആമസോണിൽ തന്നെ വാങ്ങിയാണ്. ഇത് സ്റ്റീൽ ബേഡിൻ്റെ ഒരു ഇതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സംഭവം ഉണ്ടോ. അത് ഞാൻ കുറേ എണ്ണം വെച്ച് നോക്കിയിട്ട് അവസാനം ഇതാണ് ഇതിലേക്ക് എത്തിയത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് സ്റ്റീൽ ബേഡിൻ്റെ ബ്രാൻഡ് തന്നെയാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ ഇത് ശരിക്കും എക്സ്പൾസിൻ്റെ റാലി വെർഷൻ, അതായത് 2024 ഇറങ്ങിയ എക്സ്പൾസിൻ്റെ വൈസറാണ്. റാലി വൈസർ എന്നാണ് അതിനെ പറയാം. അപ്പോൾ ഇത് എൻ്റെ വണ്ടി 2021 മോഡലായതുകൊണ്ട് ശരിക്കും ഒരു കുറച്ച് ചെറിയതായിരുന്നു. അപ്പോൾ ഞാനത് മാറ്റിയിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇത് ശരിക്കും ഡയറക്റ്റ് ഫിറ്റിംഗ് തന്നെയാണ്. കുറച്ചൊന്നും ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കാണാൻ കുറച്ചും കൂടെ ഭംഗി മറ്റേതിനേക്കാളും ഇതാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ വെച്ചത്. ഇത് ഞാൻ ഹീറോയുടെ ഷോറൂമിൽ തന്നെ വാങ്ങിയിട്ടുള്ളതാണ്. 350 രൂപ അങ്ങാണ്ട് അതിൻ്റെ പ്രൈസ് വരുന്നത്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ഉപകാരപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈറ്റ് വെച്ചതാണ്. ഈ ലൈറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പൾസ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. എക്സ്പൾസിൻ്റെ ഹെഡ്ലൈറ്റ് വളരെ ഷോക്കാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ നാൾ ഞാൻ അന്വേഷിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ലൈറ്റ് വെക്കാനുള്ള കാരണം. ഇത് HAG എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ
മിനി ഫോഗ് എന്ന് പറഞ്ഞൊരു ലൈറ്റാണ്. ഇതിൽ ഡുവലാണ് ലൈറ്റ് വരുന്നത്, യെല്ലോവും വൈറ്റും. അപ്പോൾ ഇത് ഞാൻ ചെയ്തത് കൊച്ചിയിൽ റിപ്പബ്ലിക് ഓഫ് ബൈക്കേഴ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ്. ഇതിൻ്റെ ഫിറ്റിങ്സ്, ക്ലാമ്പ്, സ്വിച്ചസ് എല്ലാം കൂടി വരുന്നത് 2300 അതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിൻ്റെ എല്ലാം കൂടിയുള്ള പ്രൈസാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. രാത്രിയാകുമ്പോൾ മനസ്സിലാവും നല്ല രീതിക്ക് പവറുള്ള ലൈറ്റാണ്. അതുകൊണ്ട് തന്നെ ലൈറ്റ് അധികം നേരം ഇടുമ്പോൾ ചൂടാവുന്ന കാരണം ബാക്കിൽ ഇത് ചെറിയൊരു ഫാനൊക്കെ വരുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ സ്വിച്ച് ഇടുന്ന സമയത്ത് ഫാൻ ഇങ്ങനെ കറങ്ങുന്നതാണ്, ഇത് ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ സ്വിച്ച് വരുന്നത്. ഈ സ്വിച്ചും അടക്കമാണ് 2300 പ്രൈസ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്വിച്ചാണ്. അപ്പോൾ നല്ല മഴയത്ത് പോകുമ്പോഴായാലും വണ്ടി വാഷ് ചെയ്യുമ്പോഴായാലും സ്വിച്ചസിന് വേറെ കംപ്ലൈൻ്റ് ഒന്നും വരില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇതാണ് യെല്ലോ വരുന്ന ലൈറ്റ്. ഇത് യെല്ലോ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഫോഗ് ലൈറ്റാണ്. നമ്മൾ ഈ ഹൈ റേഞ്ചിൽ ഫോഗുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലൈറ്റ്. ഇത് ശരിക്കും ഡിം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണ് വൈറ്റ് വരുന്നത്. വൈറ്റ് വരുന്നത് ബ്രൈറ്റാണ്. നല്ല രീതിക്ക് തന്നെ ലോങ് ഡിസ്റ്റൻസിലേക്ക് ലൈറ്റ് പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മീറ്റർ കൺസോളിൽ ചെറിയ രീതിക്ക് കൂളിംഗ് സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലത്തിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഗ്ലാസ്സിൽ ചെറിയ ക്രാക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ക്ലിയർ സ്റ്റിക്കറാണ് ഒട്ടിച്ചിരുന്നത്. അപ്പോൾ വണ്ടി എടുത്ത സമയത്ത് ഒട്ടിച്ചാണ്. ഒരു 4 വർഷത്തോളമായി വണ്ടി എടുത്തിട്ട്. അപ്പോൾ അതിൽ കുറച്ച് സ്ക്രാച്ചസ് ഒക്കെ വന്നപ്പോൾ ഞാനത് മാറ്റിയിട്ട് കുറച്ച് ദിവസം മുന്നേ ഇപ്പോൾ ഇങ്ങനെ ചെറിയത് സ്മോക്ക് അടിച്ചെന്ന് വെച്ചാൽ അത്യാവശ്യം ലൈറ്റിംഗ് ഉള്ള കാരണം കുഴപ്പമില്ല. സ്മോക്ക് അടിച്ചാലും നമുക്ക് കാര്യങ്ങളൊക്കെ വിസിബിളാണ്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള ചെറിയൊരു ഇതെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലെ മഡ് ഗാർഡ് ചെറുതായിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വെറുതെ ഒരു ഭംഗിക്കാണ് ചെയ്തതാണ്. സാധാരണ നല്ല ഉയരത്തിൽ എല്ലാവരും ചെയ്യാറുണ്ട്. ചെറിയ രീതിക്കൊരു മാറ്റം വേണം എന്നുള്ള രീതിയിൽ ചെറുതായിട്ടൊന്ന് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു 4 ബോൾട്ടിലാണ്. അതിൽ ബാക്കിൽ വരുന്ന 2 ബോൾട്ട് ലൂസാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു 1/2 ഇഞ്ചിൻ്റെ വൈറ്റ് ബുഷ് ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുത്ത് ചെറിയ രീതിക്കൊന്ന് ലിഫ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടൊന്ന് ചെയ്ത് കൊടുത്താണ്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതൊന്നും ഒരു മോഡിഫിക്കേഷനിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്നറിയില്ല. എന്നാലും ഞാൻ എൻ്റേതായ രീതിയിൽ എനിക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഇനിയും ഭാവിയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണം. ഓക്കെ ബൈ. ഇന്നത്തെ വീഡിയോ എത്ര കൊള്ളും. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.